അത് പറയുന്നത് എപ്പോഴാ? മിനയിൽ ദുരന്തമുണ്ടായിട്ട് ഹാജിമാര് മരിച്ച വേദനയിൽ മുസ്ലിം ഉമ്മത്ത് കണ്ണീരൊഴുക്കുമ്പോഴാ പറയുന്ന മുജാഹിദിന്റെ നേതാവ് അത് മരിച്ചൊക്കെ മുശ്രിക്കുകളാണ്, അബൂജഹലിന്റെ ആൾക്കാരാണ് എന്ന് വെച്ചോട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയുന്നു. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാരവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജുണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്തുണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ ഹജ്ജിന് ആ മുശ്രിക്കുകൾ പറയാ. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. അപ്പോ ഹജ്ജിന് പോകുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ്. ഇത് മൗലവി പ്രസംഗിക്കുകയാണ്. ഇത് ഞാൻ പല സ്ഥലത്തും കേൾപ്പിച്ചപ്പോ മൗലവിമാര് നോട്ടീസും കൊണ്ട്, ലഘുലേഖയും കൊണ്ട്, ബുക്കും കൊണ്ട്, സീഡും കൊണ്ട് കയറി വരുമ്പോ ഈമാനുള്ള ഉമ്മാര് ചോദിക്കാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക എന്ന് അല്ലാഹുവിനോട് ആവർത്തിച്ചു പറയുന്ന തൗഹീദിന്റെ കലിമത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണ് എന്ന് പറയുന്ന നിങ്ങളാണോ ഞങ്ങളെ വീട്ടിൽ കയറിയിട്ടില്ല ഉലേഖ തരുന്നത്? നിങ്ങളാണോ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് അന്വേഷണം കൊണ്ടുവരുന്നത്? നിങ്ങളാണോ ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് അന്വേഷണം കൊണ്ടുവരുന്നത് എന്ന് ഉമ്മമാര് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഒരു മൗലവി പറയാണ്, അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടേയില്ല. ഒരൊറ്റ നിഷേധം. കളവ് പറയുന്നതിന് എല്ലാ നോബൽ സമ്മാനത്തിനും അർഹരാണ് മുഴുവൻ മൗലവിമാരുമെന്ന് ഞാൻ പറഞ്ഞിട്ട് കംപ്ലൈന്റ് വേണ്ട, അവിടെ നിങ്ങൾ തന്നെ കേട്ടോളി. മൗലവി പറയുന്നത് അങ്ങനെ മുശ്രിക്കുന്ന ഒരു പദം തന്നെ ഇല്ല. പദം തന്നെ ഇല്ല എന്ന് പറയുന്നതും ഇപ്പൊ പറഞ്ഞ പദവും രണ്ടും കൂടി കൂട്ടിയിട്ട് ഒന്ന് കേൾപ്പിച്ചോട്ടാ മനെ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കുകളാണ്. ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഉണ്ടാക്കിയപ്പോ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. മുശ്രിക്കുകളാണ്. ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്, കണ്ടോ? അതൊരു വലിയ നേതാവാണ്. മഞ്ചേശ്വരത്തും വിഷയം അവതരിപ്പിച്ച് കുളത്തിലായ മൗലവിയാണ്. അയാളാണെന്ന് പറയുന്നത് മുശ്രിക്കുന്ന വാചകത്തിൽ തന്നെ ഇല്ല. വാചകത്തെ നിങ്ങൾ കേട്ടി മഹസറയിലെത്തിയിട്ട് വെളിവാകുന്നതിന് മുമ്പ് ഇവിടുന്ന് തന്നെ വെളിവാക്കുന്നതാണിത്. ഇനി സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് ഈ എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളാണെന്നാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തില് ഏതെങ്കിലും ആളുകൾ കടന്നു വരുമ്പോ ഒരിക്കലും തന്നെ ഞങ്ങൾ ഷഹാദത്ത് ചൊല്ലിക്കാറില്ല. എന്താ കാരണം? അവര് മുസ്ലിങ്ങളാണ്. ഇപ്പം കേട്ടില്ലേ? അപ്പോ മുസ്ലിമീങ്ങളാണ് എന്ന് അദ്ദേഹം പറയും. അത് പറഞ്ഞപ്പോ കുട്ടി ചെറുപ്പക്കാരോ കൂക്ക് വിളിച്ചു. ആ കൂക്കെന്ന് വിളിച്ചോട്ട. നിങ്ങൾ ഇങ്ങനെ കൂക്കണം, കൂക്കിയിട്ടാ ഞങ്ങൾ വളർന്നത്. നിങ്ങൾ കൂക്കിയാലേ നിങ്ങളാവുള്ളൂ. ഇനിയും കൂക്കണം. നിങ്ങൾ കുട്ടികൾ കൂക്കാതിരിക്കുക. ഒരു മൗലവി പറയാം ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കാണ്, മറ്റേ മൗലവി പറയുന്നത് മുസ്ലിമീങ്ങളാണ്.
പിന്നെ ചെറുപ്പക്കാർ കൂക്ക് വിളിച്ച ഉത്തരവാദി ആരാണ്? കൂക്ക് വിളിപ്പിക്കുന്നവരല്ലേ ഉത്തരവാദി?